ഹെൻറിയെ തനിച്ചാക്കി പോന്ന നിമിഷത്തെ ഓർത്ത് വാട്സൺ ദുഃഖിച്ചു. ദൈവമേ, ഞാൻ അയാളെ തനിച്ചാക്കി പോന്നു പോയല്ലോ. ഹോംസ്, ഞാൻ എങ്ങനെ മാപ്പ് ചോദിക്കും? ഒരു പാറമേൽ നിന്ന് ഇരുവരും കൂടി കണ്ണോടിച്ചപ്പോൾ ചതുപ്പ് പ്രദേശത്തിനരികിൽ ഒരു മങ്ങിയ വെട്ടം കണ്ടു. അവിടം സ്കേൽപ്ടണിൻ്റെ വസതിയാണ്. അവനെ പിടിക്കണം, കരുതലോടെ വേണം, രക്ഷപ്പെടരുത്, ഹോംസ് പറഞ്ഞു. എല്ലാം നാളെയാക്കാം, ഇന്നിനി അന്ത്യകർമ്മങ്ങൾ. മൃതശരീരത്തിനരികിലെത്തി എങ്ങനെ ഭാസ്കർവിൽ വരെ ചുമന്നുകൊണ്ടു പോകും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കെ ഹോംസ് പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, ബാരിമോറിന് കൊടുത്ത വസ്ത്രങ്ങൾ ബാരിമോർ അത് അളിയന് കൈമാറി. ഷർട്ടും ബൂട്ടും തൊപ്പിയും ട്രൗസറും എല്ലാം അത് തന്നെ. കേട്ടോ വാട്സൺ, ഹെൻറിയുടെ വസ്ത്രത്തിൻ്റെ മണം പിടിച്ചു പഠിച്ച വേട്ടപ്പെട്ടി ഹെൻറിയെന്ന് കരുതി പറ്റിച്ച പണിയാണ്. ഹോട്ടലിൽ നിന്നും കവർന്ന ബൂട്ടിൻ്റെ മണം പട്ടി അറിഞ്ഞിരിക്കുന്നു. മോങ്ങൽ കേട്ടപ്പോൾ ഓടിയിരിക്കും. എങ്കിലും പട്ടിയാണ് പുറകിലെന്ന് എങ്ങനെ അറിയാൻ? ഹോംസ്, ഈ ശരീരം ഒരു കുടിലേക്ക് മാറ്റാം, പിന്നെ പോലീസിലും അറിയിക്കാം, വാട്സൺ പറഞ്ഞു. പെട്ടെന്ന് ചതുപ്പിൽ പുകയുന്ന ചുരുട്ടിൻ്റെ തിളക്കം കണ്ടു. നിലാവിൽ ഒരു അവ്യക്ത രൂപം. അയാൾ അടുത്തേക്ക് നീങ്ങുകയാണ്. ആരെ, വാട്സനോ? ഈ നേരത്തെന്താ ഇവിടെ ഇങ്ങനെ? അയ്യോ, ആരാണ് അപകടപ്പെട്ടത്? സ്കേൽപ്ടൺ അത്. ഹെൻറി അല്ലല്ലോ അല്ലേ? ചുരുട്ട് നിലത്ത് വീണു. ഇത് സെൽഡൺ അല്ലേ, ആ ജയിൽ പുള്ളി? ഇയാൾ എങ്ങനെ മരിച്ചു? സ്കേൽപ്ടൺ ചോദിച്ചു. ഒരു നിലവിളി കേട്ടു വന്നപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. പാറയുടെ മുകളിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞ മട്ടിൽ, വാട്സൺ പറഞ്ഞു. നിലവിളി കേട്ടിട്ട് തന്നെയാണ് ഞാനും ഇറങ്ങിയത്, സ്കേൽപ്ടൺ പറഞ്ഞു. ഹെൻറിയെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി, സ്കേൽപ്ടൺ പറഞ്ഞു. എന്തിന്? വാട്സൺ ചോദിച്ചു. വരാൻ ഞാൻ പറഞ്ഞിരുന്നു, കണ്ടില്ല, നിലവിളിയും കേട്ടു. അയാൾ അവരെ മാറി മാറി നോക്കി. ആ പിശാചു പട്ടിയുടെ കരച്ചിലിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞങ്ങളങ്ങനെ പട്ടിയുടേതായൊന്നും കണ്ടില്ല, വാട്സൺ പറഞ്ഞു. ഹോംസ്, നിങ്ങൾ വാട്സനോടൊപ്പം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ എന്തു പറയുന്നു? സ്കേൽപ്ടൺ ചോദിച്ചു. നിങ്ങൾ ഒറ്റനോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലാക്കി കളഞ്ഞല്ലോ, ഹോംസ് പറഞ്ഞു. വന്നപ്പോൾ കണ്ടത് പക്ഷേ ഒരു ദുരന്തമായി പോയി. അതെ, ഞാൻ നാളെ ലണ്ടനിലേക്ക് പോകും. നാളെ പോകുമോ? അപ്പോൾ കാര്യങ്ങൾ തെളിഞ്ഞിരിക്കാം അല്ലേ? സ്കേൽപ്ടൺ ചോദിച്ചു. പ്രതീക്ഷിച്ചത്ര വിജയമല്ല, ഹോംസ് പറഞ്ഞു. ഇനിയൊക്കെ നേരം വെളുത്തിട്ട് മതി. സ്കേൽപ്ടൺ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവർ ഭാസ്കർവില്ലിലേക്ക് പോയി. പോകും വഴി ഹോംസ് പറഞ്ഞു, അമ്പട വീര, തൻ്റെ തന്ത്രം കൊക്കിന് വെച്ചത് ചക്കിന് പറ്റിയപ്പോഴും അയാളുടെ അഭിനയം ശ്രദ്ധിച്ചോ വാട്സൺ? സ്കേൽപ്ടൺ ഒരു വീരൻ തന്നെ. താങ്കളെ അവൻ മനസ്സിലാക്കി കളഞ്ഞിരിക്കുന്നു. ഇനി എന്തു ചെയ്യാൻ? നമ്മളെ കബളിപ്പിച്ചുവെന്നാകും ഭാവം. അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? വാട്സൺ ചോദിച്ചു. തെളിവുകളായിട്ടില്ല, കോടതിയിൽ തള്ളിപ്പോകും. പിന്നെ എന്താണ് പദ്ധതികൾ? എനിക്ക് ചില പദ്ധതികളുണ്ട്, ഹോംസ് പറഞ്ഞു. ഭാസ്കർവില്ലെത്തി. സർ ഹെൻറിയോട് വേട്ടപ്പെട്ടി വിഷയമൊന്നും പാടില്ല, ഹോംസ് പറഞ്ഞു. ഹെൻറി നാളെ സ്കേൽപ്ടണിൻ്റെ വക ഡിന്നറിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഒറ്റയ്ക്ക് തന്നെ പോകട്ടെ, നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊള്ളണം, ഹോംസ് വാട്സനോട് പറഞ്ഞു. ഭാസ്കർവില്ലും പരിസരവും ഇപ്പോൾ പഴയ ഭയാനകമായ ചുറ്റുപാടിലല്ല. ഹെൻറി പല പരിഷ്കാരങ്ങളും വരുത്തി. വിളക്കും വെളിച്ചവുമുണ്ട്. ഹോംസിനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഹെൻറിക്ക് അത്ഭുതവും ആഹ്ലാദവുമായി. അത്താഴവേളയിൽ കഴിഞ്ഞ കഥയൊക്കെ വിശദീകരിച്ചു. ഇതിനിടയിൽ സെൽഡൻ്റെ മരണവിവരം ബാരിമോർ ദമ്പതികളെ അറിയിക്കുക എന്ന ദുഃഖകരമായ ചുമതല കൂടി വേണ്ടിവന്നു. ആ വാർത്ത കേട്ട് അവർ വിങ്ങിപ്പൊട്ടി. ഇനി അവനെക്കുറിച്ചോർത്ത് അവർക്ക് കരയേണ്ടതില്ല. വാട്സൺ, ഞാൻ വാക്കു പാലിച്ചിട്ടുണ്ട്, ഹെൻറി പറഞ്ഞു. ഞാൻ ഈ ഹാളിൽ നിന്നും പുറത്തിറങ്ങിയതേയില്ല. ഇതിനുള്ളിൽ എത്ര ചാൽ നടന്നുവെന്ന് എനിക്ക് നിശ്ചയമില്ല. ആ സ്കേൽപ്ടൺ ക്ഷണിച്ചിരുന്നതുമാണ്. ഹോംസ് വാട്സനെ നോക്കി. പിന്നെ ഹെൻറിയോട് പറഞ്ഞു, പറഞ്ഞ കഥകളിൽ പറയാതെ വിട്ടുപോയ ഒരു സംഗതിയുണ്ട്. നിങ്ങൾ ബാരിമോറിന് ദാനം ചെയ്ത കോട്ടും സൂട്ടും ധരിച്ചാണ് സെൽഡൺ മരിച്ചത്. ആ ഒടിഞ്ഞ ശിരസ് നിങ്ങളുടേതാണെന്ന് ഞങ്ങൾ നിമിഷനേരം ധരിച്ചുപോയി. പരേതാത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചും പോയി. ബാരിമോറിനെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. വേണമെങ്കിൽ എല്ലാവരെയും എനിക്ക് തന്നെ പൊക്കാം, ഹോംസ് പറഞ്ഞു. അതൊക്കെ പോട്ടെ, അന്വേഷണത്തിൻ്റെ പുരോഗതി എവിടെ വരെയായി? ഹെൻറി ചോദിച്ചു. വെളിച്ചം വയ്ക്കുന്നുണ്ട്, ഹോംസ് പറഞ്ഞു.
ഹോംസ് ചുമരിലെ ഫോട്ടോകളിലേക്ക് കണ്ണു നട്ടു. തരക്കേടില്ലാത്ത ഒരു കുടുംബ പരമ്പര തന്നെയുണ്ട്. ഞാൻ അത്രയ്ക്ക് അതൊന്നും ആസ്വദിച്ചിട്ടില്ല, ഹെൻറി പറഞ്ഞു. വല്ല മൃഗങ്ങളുടേതുമാണെങ്കിൽ ഞാൻ അഭിപ്രായം പാസ്സാക്കിയേനെ. ആ ടെലസ്കോപ്പും പിടിച്ചു കാണുന്നവൻ ആരാണ്? ഹോംസ് ചോദിച്ചപ്പോൾ ബാരിമോർ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഹെൻറി പറഞ്ഞു. ഇത് റിയർ അഡ്മിറൽ ബാസ്കർവിൽ, വെസ്റ്റ് ഇൻഡീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നീലക്കോട്ടുകാരൻ കയ്യിൽ കടലാസുകെട്ടുമായി നിൽക്കുന്നത് വില്യം ബാസ്കർവിൽ, കോമൺ സഭാ മെമ്പറാണ്. പിന്നെ ആ കുതിരപ്പുറത്തിരിക്കുന്ന ഒരാളില്ലേ, കക്ഷിയാണ് സാക്ഷാൽ യൂഗോ, വേട്ടപ്പട്ടിക്ക് ജന്മം കൊടുത്ത വ്യക്തി. കഥയിൽ കേട്ട പോലെ ഭീകരനല്ല, ഹോംസ് പറഞ്ഞു. ഹെൻറി മുറിവിട്ടപ്പോൾ ഹോംസ് യൂഗോയുടെ ചിത്രത്തിനരികിലേക്ക് ഒരു മെഴുകുതിരി തെളിച്ചു. വല്ല ചായയും തോന്നുന്നോ? വാട്സൺ ചോദിച്ചു. താടി സർ ഹെൻറിയുടേതുപോലെ. ഹോംസ് കസേരയിൽ കയറി നിന്ന് മെഴുകുതിരി ഉയർത്തി ആ ചിത്രത്തിൻ്റെ തൊപ്പിഭാഗം കൈകൊണ്ട് മറച്ചു. അത്ഭുതം! ഇപ്പോൾ ആ ചിത്രം സാക്ഷാൽ സ്കെൽപ്റ്റൺ. കണ്ടോ വാട്സൺ, ഈ സ്കെൽപ്റ്റൺ ബാസ്കർവിൽ അംഗം തന്നെയാണ്. കിട്ടിപ്പോയി. ഹോംസ് താഴെ ഇറങ്ങി. സ്വന്തം പക്കിക്കൂടിൽ അയാൾ തന്നെ വീഴും. വാട്സൺ ഉണരും മുമ്പേ ഹോംസ് ഉണർന്നിരുന്നു. വലയിൽ എന്തോ പെട്ടുവെന്ന് കാണുന്നു. അത് വലിച്ചു നോക്കിയാലേ അറിയാവൂ, ഹോംസ് പറഞ്ഞു. ഞാൻ പോയിരുന്നു. സെൽഡൻ്റെ മരണം റിപ്പോർട്ട് ചെയ്തു. കാർട്ട്റൈറ്റ് പയ്യനെയും അറിയിച്ചു. അവൻ എന്നെ അന്വേഷിച്ചലയാൻ പാടില്ലല്ലോ. ആ സമയം ഹെൻറി എത്തി. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഇന്നല്ലേ ആ ഡിന്നർ പറഞ്ഞിരിക്കുന്നത്? ഹോംസ് ചോദിച്ചു. അതെ, സ്കെൽപ്റ്റണും സഹോദരിയും ഉദാരമതികളാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി വന്നാൽ കൊള്ളാം, ഹെൻറി പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ലണ്ടൻ വരെ അത്യാവശ്യമായി പോകേണ്ടതുണ്ട്, അല്ലേ വാട്സൺ? ഹോംസ് പറഞ്ഞു. അപ്പോൾ ഞാൻ തനിച്ച്? ഹെൻറി ചോദിച്ചു. തൽക്കാലം വേറെ നിവൃത്തിയില്ല. അത്യാവശ്യ കാര്യമാണ്. പോയേ തീരൂ. ഒട്ടും വൈകാതെ ഞങ്ങളിങ്ങെത്തും. എന്നാൽ പിന്നെ ഞാനും പോരാം ലണ്ടനിലേക്ക്, ഹെൻറി പറഞ്ഞു. പറയുന്നത് കേൾക്കൂ, ഹോംസ് പറഞ്ഞു. മെറിപിറ്റിലേക്ക് കുതിരവണ്ടി കയറി ചെല്ലുക. വണ്ടി തിരിച്ചയക്കുക. മടങ്ങുന്നത് നടന്നാണെന്ന് ആതിഥേയർ അറിയട്ടെ. ആ ചതുപ്പ് മുറിച്ച് നടക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വേണം താനും, ഹോംസ് പറഞ്ഞു. എന്നാൽ ശരി. ഗ്രിംബൻ റോഡിലേക്കുള്ള ആ വഴിയെ മാത്രമേ വരാവൂ, ഹോംസ് ഓർമ്മിപ്പിച്ചു. ഹോംസിൻ്റെ നിശ്ചയങ്ങൾ തനിക്കൊരു പിടിപാടുമില്ലെങ്കിലും വാട്സൺ അതൊന്നും ചോദ്യം ചെയ്തില്ല. ഹെൻറിക്ക് വാട്സണെങ്കിലും കൂടെ ചെല്ലാത്തതിൽ വിഷമവുമുണ്ട്. കുംട്രേസി സ്റ്റേഷനിലിറങ്ങി കുതിരവണ്ടി മടക്കി അയച്ചു. അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. ആ കാറ്റ് 5:40 കാണാം ലെസ്ട്രേഡ്. ലെസ്ട്രേഡ് എന്ന പ്രൊഫഷണലിനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം, ഹോംസ് പറഞ്ഞു. ഇനി കാണേണ്ടത് ലാറയെയാണ്. ഹോംസും വാട്സണും ലണ്ടനിലാണെന്ന് ഹെൻറിക്ക് കിട്ടുന്ന കമ്പി വഴി സ്കെൽപ്റ്റൺ വിശ്വസിക്കും. ലാറ ഓഫീസിലുണ്ടായിരുന്നു. സർ ചാൾസിൻ്റെ മരണം എൻ്റെ അന്വേഷണത്തിലാണ്, ഹോംസ് പറഞ്ഞു. വാട്സൺ നിങ്ങളെ കണ്ടിരുന്ന വിവരമൊക്കെ എന്നോട് പറഞ്ഞു. നിങ്ങൾ പറയാതെ പോയ ചിലതും എനിക്കറിയാം. പറയാതെ പോയതോ? അവൾ ചോദിച്ചു. ചാൾസ് നിങ്ങൾ പറഞ്ഞ പോലെ രാത്രി 10 മണിക്ക് വന്നു. അദ്ദേഹം മരിച്ച സ്ഥലവും സമയവും ശരി. എങ്കിലും ഒരു പൊരുത്തക്കേട് തുറന്നു പറയട്ടെ. കൊലപാതകം നടന്നു. നിങ്ങളുടെ സ്നേഹിതൻ സ്കെൽപ്റ്റണും ഭാര്യയുമാണ് പ്രതികൾ. അവൾ പെട്ടെന്നെണീറ്റു. ഭാര്യ പോലും. അവൾ കസേരയുടെ കൈപ്പിടിയിൽ രോഷത്തോടെ കൈതിരുമ്മി. അയാൾ വിവാഹിതനെയല്ല. ആണെങ്കിൽ തന്നെ നിങ്ങളാണത് തെളിയിക്കേണ്ടത്. തെളിയിക്കൂ, അവൾ വാശിയോടെ പറഞ്ഞു. ഹോംസ് ആ വിവാഹ ഫോട്ടോ കയ്യിലെടുത്തു. നിങ്ങൾ ഇവരെ തിരിച്ചറിയുമല്ലോ അല്ലേ? ഈ ഫോട്ടോയിൽ അവർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് വാൻഡല്യൂർ എന്ന പേരുകാരാണ്. ഇവർ 4 വർഷം മുമ്പ് യോർക്കിൽ സ്കൂൾ നടത്തിയിരുന്നു. ഇതാ, സംശയം തീർക്കൂ. അവൾ പത്തി താഴ്ത്തി പതറിയ സ്വരത്തിൽ പറഞ്ഞു. ഹോംസ്, ഞാൻ പറയാം. സ്കെൽപ്റ്റൺ എന്നെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെ വിടുതൽ ചെയ്യും മുമ്പ്. എന്നെ കള്ളങ്ങൾ പറഞ്ഞ് പറ്റിച്ചതാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇനി എനിക്ക് അയാളെ വിശ്വസിക്കേണ്ടതില്ല. അയാൾക്ക് വേണ്ടി ഒന്നും ഒളിച്ചു വയ്ക്കാനുമില്ല. അയാൾക്ക് ശിക്ഷ കിട്ടണം. ഞാൻ എഴുതിപ്പോയ കത്ത് ചാൾസിന് ജീവഹാനി വരുത്തുമെന്ന് കരുതിയില്ലല്ലോ. ഞാൻ പറയാം എല്ലാം. ആ സ്കെൽപ്റ്റൺ പറഞ്ഞു, അതുപോലെ ഞാൻ കത്തെഴുതി. ഇത്രയുമാണ് നടന്നത്. എന്നിട്ട് അതിൽ പറഞ്ഞ പ്രകാരം നിങ്ങളെ അയാൾ അങ്ങോട്ട് വിട്ടതുമില്ല, അല്ലേ? അടുത്ത നാൾ നിങ്ങൾ ആ മരണവാർത്ത പത്രത്തിൽ വായിച്ചറിയുന്നു.
ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കാമെന്ന് നിങ്ങൾ സ്കേപ്റ്റന് വാക്കും കൊടുത്തു. ഇതാണ് സംഭവിച്ചത് അല്ലേ? ഹോംസ് പറഞ്ഞു. കാര്യം പുറത്തായാൽ ഞാൻ പ്രതിയാകുമെന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. വഞ്ചകൻ. ഓക്കെ, ഇനിയും നമുക്ക് കാണാം. ട്രെയിൻ കാത്തു നിൽക്കെ ഹോംസ് പറഞ്ഞു. കൺക്ലൂഷനോട് അടുക്കുന്നുണ്ട്. ഈ രാത്രി കഴിയട്ടെ. ലെസ്റ്റേഡ് ലണ്ടൻ എക്സ്പ്രസ് ഇറങ്ങി. രണ്ടാളും കൈകൊടുത്തു. അയാളിൽ വിനയം സ്ഫുരിച്ചു നിന്നു. ലെസ്റ്റേഡ്, നമുക്ക് ഡിന്നർ കഴിക്കാം, ഹോംസ് പറഞ്ഞു. ഡിന്നർ കഴിഞ്ഞ് ഹോംസും വാട്സണും ലെസ്റ്റേഡും തിരികെ മടങ്ങി. കൂരിരുട്ടത്ത് ആ വാടക വണ്ടി നീങ്ങി. തണുത്ത കാറ്റ് വീശിയപ്പോൾ എത്തിയത് ചതുപ്പ് പ്രദേശമെന്ന് ഊഹിച്ചു. അവസാന വിജയത്തിനായുള്ള ഒരു യാത്ര. വണ്ടിക്കാരൻ കേൾക്കാതെ ഒരു സംഭാഷണത്തിന് നിവൃത്തിയുമില്ല. ഫ്രാങ്ക്ലൻഡ് എന്ന അരക്കിറുക്കൻ്റെ വീട് പിന്നിട്ട് അവർ മൂവരും വണ്ടി ഇറങ്ങി മെറി പിറ്റ് ഹൗസിലേക്ക് തിരിച്ചു. ലെസ്റ്റേഡ്, ആയുധം കരുതുക, ഹോംസ് പറഞ്ഞു. ചതുപ്പിനെ പൊതിഞ്ഞ മഞ്ഞിനുമപ്പുറം ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം എവിടെ നിന്നെന്ന് ലെസ്റ്റേഡ് തിരക്കി. അതാണ് മെറി പിറ്റ് ഹൗസ്, ഹോംസ് പറഞ്ഞു. ഇനി കാൽപ്പെരുമാറ്റം പതുക്കെ വേണം. വീടെത്താൻ 200 വാര ബാക്കിയുണ്ട്. ഈ പാറകൾ നല്ലൊരു മറവാണ്, ഹോംസ് പറഞ്ഞു. ഈ വിടവിനുള്ളിൽ ലെസ്റ്റേഡ് ഇരിക്കുക. കരുതലോടെ വേണം. ഇനി വാട്സൺ ആ വീടിനെക്കുറിച്ച് ചെറുതായി ഒന്ന് വർണ്ണിക്കൂ. വാട്സൺ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി വാട്സൺ മെല്ലെ നീങ്ങൂ. ആകിലും ഇഴഞ്ഞു വേണം. ആ തുറന്നിട്ട ജനലിലൂടെ നോക്കി അവർ എന്തു ചെയ്യുന്നുവെന്ന് അറിയുക, ഹോംസ് പറഞ്ഞു. ആ മുറിയിൽ ഹെൻറിയും സ്കേൽട്ടനുമായിരുന്നു. ചുരുട്ട് പുകയ്ക്കുന്നുണ്ട്. മേശയിൽ മദ്യവും കാപ്പിയും. സ്കേൽട്ടൻ വാചകമടി തന്നെ. ഹെൻറി തീരെ ഉത്സാഹത്തിലല്ല. സ്കേൽട്ടൻ എണീറ്റു. ഹെൻറി ഗ്ലാസ് കയ്യിലെടുത്തു. പിന്നെ വാതിൽ തുറക്കുന്ന സ്വരം. ഒപ്പം ചേരലിൽ ബൂട്ടിൻ്റെ നിരങ്ങലും പിന്നെ കാലനക്കവും. അത് ഔട്ട് ഹൗസിലേക്ക് നീങ്ങുന്നു. താക്കോൽ തിരിയുന്നു. അകത്ത് ബഹളം. പിന്നെയും പൂട്ട് തിരിയുന്നു. വന്നയാൾ വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നു. അയാൾ സ്കേൽട്ടൻ ഹെൻറിക്കരികിലെത്തുന്നു. വാട്സൺ രഹസ്യമായി നീങ്ങി ഈ വിവരങ്ങളെല്ലാം ഹോംസിന് കൈമാറി. ഹോംസ് ചോദിച്ചു, അപ്പോൾ അവളെവിടെ? ഗ്രിമ്പൻ ചതുപ്പിൽ നിന്നും ഒരു മഞ്ഞുപടലം നീങ്ങിയെടുത്തു. നിലാവിൽ അതൊരു തിളങ്ങുന്ന മറ പോലെയായി. അയാൾ ഇപ്പോൾ തന്നെ വരേണ്ടതാണ് വാട്സൺ. വന്നാൽ വിജയിച്ചു, അല്ലെങ്കിൽ ആ ജീവൻ, ഹോംസ് പറഞ്ഞു. നിലാവത്ത് ആ വീടും വലിയ പുകക്കുഴലുകളും തോട്ടത്തിൽ നിഴൽ പരത്തി. ആ ജനലടഞ്ഞു. അടുക്കള ജനലാകുമത്. ജോലിക്കാർ പണി നിർത്തിയിരിക്കാം. ഡൈനിങ് റൂമിൽ വിളക്കുമുണ്ട്. അതിഥിയും ആതിഥേയനും സംഭാഷണത്തിലാണ്. മഞ്ഞുപാളി ആ വീടിനോടടുക്കുന്നു. വീണ്ടും മഞ്ഞുപാളികൾ. അവ ആ വീടിനെ പൊതിയുന്നു. ഹോംസ് അസ്വസ്ഥനായി. മിനിറ്റുകൾക്കകം ഹെൻറി തിരികെ മടങ്ങിയില്ലെങ്കിൽ എല്ലാം മൂടിപ്പോകും. ഇത്തിരി കൂടി ഉയരത്തിലേക്ക് നമുക്ക് കയറാം. ഹോംസ് ചെവി വട്ടം പിടിച്ചു. അതെ, വരുന്നുണ്ട്. വേഗത്തിലുള്ള പദചലനം. അയാൾ നടന്നെടുത്ത് ചരിവിലേക്ക് നീങ്ങി. ഇടയ്ക്ക് ചുറ്റും കണ്ണൊഴിയുന്നുണ്ട്. ഇവിടെ ഈ മഞ്ഞുമലയിൽ ഇതാരാണ്? ഹോംസിൻ്റെ മുഖത്ത് വിജയഭാവമാണ്. പെട്ടെന്നൊരു നിലവിളി കേട്ടു. അത് ലെസ്റ്റേഡിൻ്റെ ആയിരുന്നു. അയാൾ കമിഴ്ന്നു വീണു. റിവോൾവറിൽ കൈമുറുക്കി. വേട്ടപ്പട്ടിയാണ്. ഭയങ്കരാകാരം. കറുകറുത്ത് തീപ്പൊരി ചിതറുന്ന പല്ലുകൾ, കനൽ കണ്ണുകൾ. മോന്ത മുതൽ വാലഗ്രം വരെ ഒരേ ഒരു നേർവര പോലെ അത് പാഞ്ഞെടുക്കുന്നു. പെട്ടെന്ന് 3 വെടി കേട്ടു. ഒറ്റ മോങ്ങലും. പക്ഷേ വീണില്ല. വഴിയിലതാ ഹെൻറി തിരിഞ്ഞു നിൽക്കുന്നു. പേടിച്ചരണ്ട മുഖം. വേട്ടപ്പട്ടി ഉറക്കമോങ്ങി. ചെകുത്താൻ്റെ മോങ്ങലല്ല. വെടികൊണ്ട വേദനയുടെ ബോട്ടിൽ തിരികെ കയറ്റി. തല കുടഞ്ഞ് ആ ഭീകരൻ കൺമിഴിച്ചു. പിന്നെ നിലം പറ്റി. അങ്ങനെ ബാസ്കർവിൽ കുടുംബത്തിലെ ഒഴിയാബാധ ഒഴിഞ്ഞിരിക്കുന്നു. ചത്തുകിടക്കുന്ന ഭീകരൻ നായ ഒരു സങ്കരയിനം. തുറന്ന വായിൽ പല്ലുകൾ ഇപ്പോഴും തീക്കനൽ പോലെ. വാട്സൺ ആ തിളങ്ങുന്ന പല്ലിൽ ഒന്ന് തൊട്ടു നോക്കി. തൊട്ട വിരൽ ഇരുട്ടത്ത് തിളങ്ങി. ഹോംസ്, നോക്കൂ, ഇത് ഫോസ്ഫറസ് ആണ്, ഹോംസ് പറഞ്ഞു. വല്ലാത്ത സൂത്രം തന്നെ. ഹെൻറി ക്ഷമിക്കണം. വേട്ടപ്പട്ടിയെ ബോധ്യപ്പെട്ടിരുന്നെങ്കിലും നിങ്ങളുടെ നേർക്ക് ഒരാക്രമണം കരുതിയതല്ല. അല്ല, നിങ്ങളെന്നെ രക്ഷിച്ചു. നന്ദിയുണ്ട്, ഹെൻറി പറഞ്ഞു. നിങ്ങൾ അല്പം കാത്തു നിൽക്കൂ. ഹെൻറിയെ അവർ ഒരു പാറയിൽ കയറ്റിയിരുത്തി. അല്പം വിശ്രമിച്ചുകൊള്ളൂ.
ഞങ്ങൾക്കിത്തിരി അകത്ത് ആളനക്കവുമുണ്ട്. പറഞ്ഞത് ലെസ്ട്രേഡായിരുന്നു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് ചെന്നു. തുറക്കൂ. ഒരു മോങ്ങൽ, ഒരു പിറുപിറുക്കൽ, പിന്നെ അനക്കമില്ല. ഹോംസ് ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. റിവോൾവറുമായി 3 പേരും അകത്ത് ചെന്നു. ആരെയും കാണുന്നില്ല. ചുമരിലെ ഷോക്കേസുകളിൽ നിറയെ പക്കികളും പാറ്റകളും. ദാ ആ പഴകിയ തൂണിൽ ഒരാളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. തുണി കൊണ്ട് കഴുത്തിലൊരു കെട്ടും വായും മുഖവും മറച്ചുമിരിക്കുന്നു. കെട്ടെറുത്തു. മുഖം തെളിഞ്ഞു. പുറമാകെ തല്ലിച്ചതച്ചിരിക്കുന്നു. ആ സ്ത്രീരൂപം കണ്ണു തുറന്നു. അവൾ ചോദിച്ചു, അയാൾ രക്ഷപ്പെട്ടോ? ഹോംസ് പറഞ്ഞു, അത് സാധ്യമല്ല. ഹെൻറിയുടെ കാര്യം എന്തായി? അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ പട്ടിയോ? അവൾ ചോദിച്ചു. അത് ചത്തുപോയി, വാട്സൺ പറഞ്ഞു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ ആ ദുഷ്ടൻ എന്നെ പെടുത്തിയ പാട്. അയാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഇത്രയും നാൾ നിങ്ങളും കൂട്ടുനിന്നില്ലേ? ഇനി പറയൂ, അയാൾ എവിടെ ഒളിച്ചു? ഹോംസ് ചോദിച്ചു. പറയാം. ആ ചതുപ്പിന് നടുവിൽ ഒരു ദ്വീപ് പോലൊരു സ്ഥലമുണ്ട്. അവിടെ അയാളുണ്ട്. പട്ടിയും അവിടെയായിരുന്നു. അങ്ങോട്ടേ പോകൂ. പുറത്താകെ മഞ്ഞു മൂടിക്കിടപ്പാണ്. ആ ഗ്രിമ്പൻ ചതുപ്പിലേക്ക് നീങ്ങുക ദുഷ്കരം. അയാൾ അവിടെ കിടക്കുകയേ ഉള്ളൂ. പുറത്തേക്കിറങ്ങാൻ ഇന്നിനി വഴി തെളിഞ്ഞു കാണാൻ കഴിയില്ല. നിങ്ങൾ അയാളെ പിടിച്ചു കഴിഞ്ഞെന്ന് തന്നെ കരുതാം. അവൾ പൊട്ടിച്ചിരിച്ചു. ലെസ്ട്രേഡ് അവിടെ കാവൽ നിന്നു. വാട്സണും ഹോംസും ഹെൻറിയുമായി ബാസ്കർവില്ലിലേക്ക് തിരിച്ചു. സ്കേൽപ്ടനൊപ്പമുള്ള സുന്ദരി അയാളുടെ ഭാര്യയാണെന്നറിഞ്ഞപ്പോൾ ഹെൻറി ആകെ ഒന്ന് വിളറിപ്പോയി. രാത്രിയോടെ ഹെൻറിക്ക് കടുത്ത പനിയായി. പുലർച്ചെ ഡോക്ടർ മോർട്ടിമർ എത്തി പരിശോധിച്ചു. മരുന്ന് നൽകി. പഴയ ഉന്മേഷം വീണ്ടെടുക്കാൻ ഒരുപാട് ദിവസം വേണ്ടിവരും, മോർട്ടിമർ പറഞ്ഞു. അങ്ങനെ മഞ്ഞു നീങ്ങി. ആ ചതുപ്പ് ദ്വീപിലേക്ക് മിസ്സിസ് സ്കേൽപ്ടനുമൊത്ത് അവർ നടന്നു. എതിലെ നടക്കണമെന്ന് സൂചിപ്പിക്കുന്നതിനായി ഊന്നിവെച്ച നായ്ക്കരിമ്പ് കമ്പുകൾ മിസ്സിസ് സ്കേൽപ്ടൻ ചൂണ്ടിക്കാണിച്ചത് നോക്കി വഴിതെറ്റാതെ ചെന്നു. മനം പുരട്ടുന്ന ദുർഗന്ധമാണ് കാറ്റിന്. കാലൊന്ന് മാറ്റി ചവിട്ടിപ്പോയാൽ ആ കുതിരക്കുട്ടിയുടെ ഗതിയാകും. വയ്ക്കുന്ന പാദം ഉയർത്തിയെടുക്കുന്നത് ഇത്തിരി ശക്തിയോടെ വേണം താനും. ഒരു ഭാഗത്ത് എന്തോ ഒരു കറുത്ത വസ്തു പുൽപ്പുറത്ത് കണ്ടു. ഹോംസ് പെട്ടെന്നതെടുക്കാൻ അങ്ങോട്ട് കാൽ വെച്ചതും കാൽ അരയോളം താണുപോയി. എല്ലാവരും കൂടി താങ്ങി ഉയർത്തവേ ഹോംസിൻ്റെ കയ്യിൽ ഒരു കറുത്ത ബൂട്ട്. ഹെൻറിയുടെ കാണാതെ പോയ ബൂട്ട്. പോണ പോക്കിൽ സ്കേൽപ്ടൻ എറിഞ്ഞതാകും. പട്ടിക്കു മണം കൊടുക്കാൻ കൊണ്ടു നടന്നതാണ്. മടക്കിയോട്ടത്തിൽ കയ്യിലെ ബൂട്ട് ചതുപ്പിന് മുകളിലെ പുല്ലിലുടക്കിയപ്പോൾ അയാൾ ചതുപ്പിലേക്ക് താണുപോയെന്ന് ഉറപ്പ്. മൂടൽമഞ്ഞ് അയാളെ ചതിച്ചു. വേട്ടപ്പെട്ടിയെ ഒളിച്ചു നിർത്തിയിരുന്ന സ്ഥലം പരിശോധിച്ചു. പഴയ ഒരു ഖനിസ്ഥലം. ചപ്പുചവറുകൾ നിറഞ്ഞ ഒരു തുരങ്കം. ഖനിജോലിക്കാർ താമസിച്ചിരുന്നതിൻ്റെ ചില അടയാളങ്ങൾ. ഒരു ആലയും. ചതച്ചു വേർതിരിച്ച പോലെ എല്ലുതുണ്ടുകളും ഒരു അസ്ഥികൂടവും. പിന്നെ ഒരു തവിട്ടു രോമക്കൂമ്പാരം. അത് ഒരു പട്ടിയുടെ, ഡോക്ടർ മോർട്ടിമറുടെ കാണാതായ പട്ടിയുടേത്. ഒരു ടിന്നിലെ കുഴമ്പ് കിട്ടി. പട്ടിയുടെ പുറം മിന്നിത്തിളങ്ങാൻ വേണ്ടിയുള്ളതാണ്. സർ ചാൾസ് പെട്ടു. സർ ഹെൻറിയെ നമ്മൾ രക്ഷിച്ചു. സ്കേൽപ്ടൻ എന്ന ഭീകരനും പാവം വേട്ടപ്പെട്ടിയും. ആ കേസ് അവിടെ അവസാനിപ്പിച്ച് ഹോംസും വാട്സണും തിരികെ ബേക്കർ സ്ട്രീറ്റിലെത്തി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉച്ചയോടെ ഡോക്ടർ മോർട്ടിമറും ഹെൻറിയും എത്തി. അവർ ഒരു ചുറ്റിസഞ്ചാരത്തിനുള്ള ഒരുക്കത്തിലാണ്. ബാസ്കർവിൽ കേസിൻ്റെ ഒരു അവലോകനത്തിനായി വാട്സൺ ഹോംസിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു. ഹോംസ് പറഞ്ഞു, വേട്ടപ്പെട്ടിയുടെ കേസിനെപ്പറ്റി ഞാനൊരു അവലോകനം തരാം. ആ സ്കേൽപ്ടൻ ബാസ്കർവിൽ അംഗമെന്ന് കുടുംബ ഫോട്ടോകളിൽ നിന്ന് വ്യക്തം. സർ ചാൾസിൻ്റെ അനുജൻ റോജർ ബാസ്കർവിൽ അയാളുടെ പിതാവാണ്. റോജർ ഒരു പേരുദോഷം മാറ്റാൻ തെക്കേ അമേരിക്കയിലെത്തി. അവിവാഹിതനായി മരിച്ചെന്നാണ് അറിവ് കിട്ടിയത്. പക്ഷേ വിവാഹിതനായിരുന്നു. അതിലൊരു പുത്രനാണ് സ്കേൽപ്ടൻ. ശരിക്കുള്ളത് അച്ഛൻ്റെ തന്നെ പേര്, റോജർ. ഇയാൾ ഒരു കോസ്റ്റിക്കൻ യുവതിയെ കല്യാണം കഴിച്ചു. അവൾ ബെറിൽ ഹാർഷ്യ. എല്ലാം മുടിച്ച് അയാൾ വാൻഡല്യൂർ എന്ന പേര് സ്വീകരിച്ച് ഭാര്യയുമൊത്ത് ഇംഗ്ലണ്ടിൽ വന്നു. അവിടെ യോർക്ക്ഷയറിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു. ഒരു ക്ഷയരോഗി കൂടിയായ ട്യൂട്ടറായിരുന്നു യഥാർത്ഥ മുതൽ മുടക്കുകാരൻ. അയാൾ പെട്ടെന്ന് മരിച്ചതോടെ സ്കൂളിൻ്റെ സൽപ്പേരും പോയി.
ആ വൃദ്ധൻ്റെ സമ്പാദ്യമൊക്കെ അപഹരിച്ച് ആ ഭാര്യാഭർത്താക്കന്മാർ സ്കേൽപ്ടൺ ദമ്പതികളായി ഇംഗ്ലണ്ടിലെത്തി. ഈ ശലഭശാസ്ത്രജ്ഞൻ വാൻഡല്യൂർ ശലഭത്തിൻ്റെ കണ്ടെത്തലിന് വഴിവെച്ചു. അങ്ങനെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ അംഗീകാരവും കിട്ടി. ബാസ്കർവിൽ അവകാശത്തെക്കുറിച്ച് അയാൾക്ക് അറിവുണ്ടായിരുന്നു. അതിന് 2 പേർ ഇടയ്ക്ക് തടസ്സക്കാരും. ഭാര്യയെ സഹോദരിയായി അവതരിപ്പിച്ചത് മനഃപൂർവ്വമായിരുന്നു. അയാൾ ലക്ഷ്യം വെച്ചയാളെ അവളിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. അയാൾ ബാസ്കർവില്ലിനടുത്ത് തന്നെ ഒരു താവളം കണ്ടെത്തി. പിന്നെ സർ ചാൾസും അയൽവീട്ടുകാരുമായി ചങ്ങാത്തം സ്ഥാപിച്ചു. കുടുംബത്തിലെ ആ വേട്ടപ്പട്ടിബാധയുടെ ഐതിഹ്യം സർ ചാൾസ് തന്നെ അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. ചാൾസിൻ്റെ വിശ്വാസവും പേടിയും മുതലാക്കാൻ സ്കേൽപ്ടന് വഴി തെളിഞ്ഞു. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം ആ കെട്ടുകഥ കൊണ്ട് തന്നെ ചാൾസിൻ്റെ കഥ കഴിക്കാൻ അയാൾ തീർച്ചയാക്കി. അങ്ങനെ ലണ്ടനിലെ ഏറ്റവും ക്രൂരനായ ഒരിനം നായയെ തന്നെ അയാൾ സ്വന്തമാക്കി. ഗൂഢമായി അതിനെ ഗ്രിമ്പൻ ചതുപ്പിൽ ഒരിടത്ത് ഒളിപ്പിച്ചു. പട്ടിയെ കൂടുതൽ ചെകുത്താനാക്കാൻ ചില പ്രയോഗങ്ങളും ചെയ്തു. അയാൾ അവസരം പാർത്ത് പല രാത്രികളിലും പട്ടിയുമായി കറങ്ങി നടന്നു. അങ്ങനെയാണ് പലരും വേട്ടപ്പട്ടിയെ കാണാനിടയായതും പഴയ ഐതിഹ്യവുമായി അതിനെ കൂട്ടിയിണക്കിയതും. ഭാര്യയെ ഉപയോഗിച്ച് ചാൾസിനെ വലയിലാക്കാമെന്ന ചിന്ത ഭാര്യയുടെ കടുത്ത എതിർപ്പുകൊണ്ട് നടക്കാതെയായി. അതിന് അവൾ കുറേ പീഡനവും അനുഭവിച്ചു. അങ്ങനെയിരിക്കെയാണ് ലാറ ലിയോൺസിന് സഹായം നൽകുന്ന കാര്യം ചാൾസ് സ്കേൽപ്ടനെ അറിയിക്കുന്നത്. ലാറയുമായി അയാൾ അടുക്കുന്നു. അവൾക്കാണെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ പീഡനത്താൽ പൊറുതിമുട്ടിയ അവസ്ഥയും. അവിവാഹിതൻ ചമഞ്ഞ് അയാൾ അവളെ വിവാഹം ചെയ്യാമെന്ന് വാക്കും കൊടുത്തു. ഈ അവസരത്തിൽ തന്നെ ഡോക്ടർ മോർട്ടിമർ ഉപദേശിച്ചതനുസരിച്ച് മനസ്സ് സ്വസ്ഥമാക്കാൻ കുറച്ചു നാളത്തെ ഒരു മാറിത്താമസത്തിന് ചാൾസ് തീരുമാനിക്കുന്നു. സമയം കളയാതെ അയാൾ ലാറയെക്കൊണ്ട് കത്തെഴുതി ചാൾസിൻ്റെ സഹായം ചോദിപ്പിക്കുന്നു. ചെല്ലാമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവളെ വിടാതിരിക്കാൻ അയാൾ കരുതലെടുക്കുന്നു. ചാൾസ് കാത്തു നിന്നെടുത്ത് കണ്ടുമുട്ടിയത് പട്ടിയെയായിരുന്നു. പ്രാണഭയത്താൽ നിലവിളിച്ചോടിയ ചാൾസ് വഴിയിൽ ഹൃദയം സ്തംഭിച്ചു വീണു. പട്ടി വന്നെടുത്ത പാടുകളാണ് ഒരു മൃഗത്തിൻ്റേതെന്ന് മോർട്ടിമർ പറഞ്ഞത്. ആ അധ്യായം അങ്ങനെ തന്ത്രപൂർവ്വം അയാൾ വിജയിപ്പിച്ചു. അയാളുടെ ഭാര്യയ്ക്കും ലാറ ലിയോൺസിനും സംശയം തോന്നിയെങ്കിലും പുറത്തറിയിക്കാൻ വയ്യാതായിപ്പോയി. അടുത്ത അവകാശിക്കായി അയാൾ വല കുടഞ്ഞെടുത്തു. കാനഡയിൽ നിന്നും ഹെൻറിയുടെ വരവ്. ലണ്ടനിലെത്തുമ്പോൾ കഥ കഴിക്കണമെന്ന് സ്കേൽപ്ടൺ കരുതിയതാണ്. ഭാര്യയെ വിട്ട് അങ്ങോട്ട് പുറപ്പെട്ടാൽ അവൾ ആ അവസരം തനിക്കെതിരെ ഉപയോഗിച്ചാലോ എന്ന് ഭയന്ന് ഒടുവിൽ അവളുമൊത്തു പുറപ്പെട്ടു. അവർ ഒരുമിച്ച് ക്രേവൻ തെരുവിലെ ഹോട്ടലിൽ തങ്ങിയത് എൻ്റെ ഏജൻറ്റ് കണ്ടുപിടിച്ചു. പാവം ആ സ്ത്രീയാണ് ഭർത്താവിനെ ഭയന്ന് തൻ്റെ കയ്യക്ഷരം പുറത്തറിയിക്കാതിരിക്കാൻ രഹസ്യമായി ടൈംസ് പത്രത്തിലെ വെട്ടിയെടുത്ത വാക്കുകളാൽ ഹെൻറിക്ക് മുന്നറിയിപ്പ് നൽകിയത്. പിന്നെ ആ ബൂട്ട് മോഷണം. ഹോട്ടൽ ജീവനക്കാരെ പ്രലോഭിപ്പിച്ച് ഹെൻറിയുടെ ബൂട്ട് കവർന്നു, പട്ടിയെ മണപ്പിച്ചു വിടാൻ. ആദ്യത്തേത് പക്ഷേ പുതിയ ബൂട്ടിൽ ഒരെണ്ണമായിരുന്നു. അതിൽ കാൽ കടത്തിയിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പഴയതൊരെണ്ണമെടുത്തു. അടുത്ത ദിവസം ഹെൻറി ഡോക്ടർ മോർട്ടിമറുമായി വരുന്നു. സ്കേൽപ്ടൺ അന്ന് പിന്തുടർന്നു. അയാൾ നമ്മുടെ മുറിയെപ്പറ്റിയും എന്നെക്കുറിച്ചും മനസ്സിലാക്കിയിരുന്നുവെന്ന് ബോധ്യമായപ്പോൾ ആൾ ചില്ലറക്കാരനല്ലെന്ന എൻ്റെ ഊഹത്തിന് ബലം വെച്ചു, ഹോംസ് പറഞ്ഞു. അയാൾ ഇടയ്ക്ക് ലണ്ടനിലെത്തി പല ഭവനഭേദനങ്ങളും നടത്തിയിരുന്നു. ഒന്നിലും പിടികിട്ടിയിട്ടില്ല. അങ്ങനെയാണ് സമ്പാദ്യമുണ്ടാക്കിയത്. നമ്മുടെ കണ്ണു വെട്ടിച്ച ശേഷം അയാൾ വണ്ടിക്കാരനോട് പേര് പറഞ്ഞത് ഷെർലക് ഹോംസ് എന്നായിരുന്നു. അയാളുടെ ലണ്ടനിലെ കേസുകൾ എൻ്റെ അന്വേഷണത്തിലാണെന്ന് ബോധ്യപ്പെട്ടിട്ട് കൂടിയാണ് അയാൾ ചതുപ്പിലേക്കിറങ്ങി താമസം തുടങ്ങിയത്. അയാൾ ലണ്ടനിൽ പോകുമ്പോൾ അപ്പോൾ വേട്ടപ്പെട്ടിയെ എന്തു ചെയ്തിരുന്നു? ഹെൻറി ചോദിച്ചു. മെറി പിറ്റ് ഭവനത്തിലെ ഒരു കിഴവൻ ഭൃത്യൻ ആൻ്റണി അയാളുടെ മനസ്സ് സൂക്ഷിപ്പുകാരനായി ഉണ്ട്. അച്ചടി വാക്കുകൾ ഒട്ടിച്ച ആ കടലാസിൽ ഒരു മണമുണ്ടായിരുന്നു, പിച്ചിപ്പൂവിൻ്റെ. ഒരു സ്ത്രീ അതിന് പിന്നിലുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. ഇടയ്ക്ക് ഞാൻ നിങ്ങളെയും കബളിപ്പിച്ചു, ഹോംസ് പറഞ്ഞു. ഞാൻ ലണ്ടനിലാണെന്ന് എല്ലാവരും കരുതി. ഞാൻ ഡാർട്ട്മൂറിൽ പ്രവർത്തിച്ചു, കുംട്രേസിയിലും തങ്ങി. വേണ്ടി വന്നപ്പോൾ ആ പ്രാചീന കൽക്കുടിലും വന്നു. കാട്രേറ്റ് എന്ന പയ്യൻ്റെ എല്ലാ സഹായവും ഉണ്ടായിരുന്നു. ഞാൻ സ്കേൽപ്ടണിൻ്റെ നീക്കങ്ങൾ നോക്കവേ അവൻ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു വെച്ചു. വാട്സൺ,
നിങ്ങളുടെ റിപ്പോർട്ടുകൾ യഥാസമയം എനിക്ക് കിട്ടി. അത് പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞു. നമ്മൾ കണ്ടുമുട്ടവേ എല്ലാം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ കേസ് കോടതിയിലെത്തിക്കാൻ തക്ക തെളിവുകളില്ല. ഹെൻറി എന്ന് കരുതി അപായപ്പെടുത്താൻ സ്കേൽപ്ടൺ ശ്രമിച്ചത് ആ പാവം പിടികിട്ടാപ്പുള്ളിയുടെ മരണത്തിലും കലാശിച്ചു. പക്ഷേ ഹെൻറിയെ സ്കേൽപ്ടണിൻ്റെ വിരുന്ന് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞു പോയത് കടുങ്കൈ തന്നെയായിപ്പോയി. വേട്ടപ്പട്ടിയുടെ കരുത്തിനെ അല്പം കുറച്ച് കണ്ടുപോയതാണ് കാര്യം. പിന്നെ ആ കനത്ത മഞ്ഞുപടലവും. ഹെൻറിയുടെ ദുഃഖം ഊഹിക്കാം. തന്നെ സ്നേഹിച്ച, താൻ സ്നേഹിച്ച ആ പെൺകുട്ടിയുടെ കഥ. ഇങ്ങനെ ഒരുത്തൻ്റെ സഹോദരിയായി അഭിനയിക്കാൻ അവൾ നിർബന്ധിതയായെങ്കിലും കൊലപാതകത്തിൽ പങ്കാളിയാകാതെ ഒഴിഞ്ഞു നിന്നു. ഭർത്താവിൻ്റെ സ്നേഹം കളയാതെ തന്നെ ഹെൻറിയെ രക്ഷപ്പെടുത്താനും യുക്തി പ്രയോഗിച്ചു. സ്വന്തം ഭാര്യയുമായി മറ്റൊരു പുരുഷൻ പ്രണയത്തിലാകുന്നതിൻ്റെ അസഹിഷ്ണുതയും അയാൾ പ്രകടിപ്പിച്ചു. എന്നാൽ ആ അടുപ്പം വേണമെന്നുള്ള ഒരു കരുതലും അയാൾ സൂക്ഷിച്ചു. പിടികിട്ടാപ്പുള്ളിയുടെ മരണം, ഹെൻറിക്കു വേണ്ടിയുള്ള വിരുന്ന്, വേട്ടപ്പട്ടിയെ ഔട്ട് ഹൗസിൽ എത്തിച്ചത് എല്ലാം മനസ്സിലാക്കി അവൾ അയാൾക്കെതിരെ തിരിഞ്ഞു. അയാൾ മറ്റൊരുവളെ, അതായത് ലാറ ലിയോൺസിനെ കൊതിക്കുന്ന കാര്യവും അവൾക്ക് ബോധ്യമായി. ഭാര്യ തന്നെ ചതിക്കുമെന്ന് ഭയന്ന് അയാൾ അവളെ തല്ലിച്ചതച്ച് വായി മൂടി ബന്ധിച്ചു. ഹെൻറി കൊല്ലപ്പെട്ടാൽ അത് കുടുംബശാപം. വേട്ടപ്പട്ടി. പിന്നെ അവൾ എല്ലാം മറക്കും. അങ്ങനെ അയാൾ കരുതി. ഹോംസ് പറഞ്ഞു നിർത്തിയപ്പോൾ വാട്സൺ പറഞ്ഞു, ഒന്നും വിട്ടുപോയിട്ടില്ല. എന്നാലും ഒരു സംശയം. സ്കേൽപ്ടൺ വിജയിച്ചു എന്ന് തന്നെ കരുതുക. അയാൾ എങ്ങനെ ബാസ്കർവില്ലിൽ കയറി എല്ലാം സ്വന്തമാക്കും? എല്ലാ കള്ളിയും പുറത്താകില്ലേ? ഹോംസ് പറഞ്ഞു. അക്കാര്യം ഭാവന ചെയ്യുകയേ നിർവാഹമുള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ പറയാം. സ്വത്തവകാശം തെക്കേ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുവിക്കാം. ഇംഗ്ലണ്ടിലേക്ക് വന്ന് മുഖം കാണിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഒരു വേഷമാറ്റം. പിന്നെ അല്ലെങ്കിൽ അവകാശിയായി ഒരു ബിനാമി വഴി സ്വന്തമാക്കാം. ഇതാണ് ബാസ്കർവില്ലിലെ ആ മുഴുവൻ കഥ. വാട്സൺ, നമ്മൾ ഒരുപാട് പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇന്നത്തെ സായാഹ്നം ഉല്ലാസപ്രദമാക്കണം. ഒരു ഡിന്നർ കഴിച്ച് നമുക്ക് തിയേറ്ററിലേക്ക് പോയി ഇത് ഇവിടെ അവസാനിപ്പിക്കാം.